എന്താണ് സ്പീച്ച് തെറാപ്പി? ആർക്കൊക്കെയാണ് സ്പീച്ച് തെറാപ്പി ആവശ്യമായി വരുന്നത് എന്നുള്ളത് ഒരു കോമൺ ഡൗട്ടാണ്. പ്രധാനമായും 4 തരത്തിലുള്ള ആളുകൾക്കാണ് സ്പീച്ച് തെറാപ്പി ആവശ്യമായി വരുന്നത്. അതിൽ ഒന്നാമതായി വരുന്ന ടൈപ്പ് ആളുകളാണ് സ്പീച്ച് ഡിസോർഡേഴ്സ് ഉള്ളവർ, അല്ലെങ്കിൽ സംസാര സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ. ഉദാഹരണത്തിന് ഉച്ചാരണത്തിൽ പ്രശ്നം, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ അക്ഷരങ്ങൾ വ്യക്തമാകാതെ ഇരിക്കുക, നാക്കിൽ കെട്ടുള്ളവർ അഥവാ ടങ് ടൈ ഉള്ളവർക്കെല്ലാം സംസാരത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് സാധാരണമാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമതായി വരുന്ന കണ്ടീഷനാണ് വോയിസ് ഡിസോർഡേഴ്സ്. അതായത് പല വിധത്തിൽ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാകാം. ഉദാഹരണത്തിന് ഒരു പ്രായം കഴിയുമ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ നന്നായി തിരിച്ചറിയാനായി സാധിക്കും. എന്നാൽ ചില ആളുകളിൽ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുവാൻ സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ്, അതായത് പാട്ടുകാർ, അധ്യാപകർ എന്നിങ്ങനെയുള്ളവർക്കും വോയിസിന് പ്രോബ്ലംസ് വരുവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഒരു സ്പീച്ച് തെറാപ്പിയിലൂടെയോ അല്ലെങ്കിൽ ഒരു വോയിസ് തെറാപ്പിയിലൂടെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായി വരുന്ന ഒരു കണ്ടീഷനാണ് സംസാരത്തിൽ ഫ്ലുവൻസി ഇല്ലായ്മ. ഈ ഒരു കണ്ടീഷനെയാണ് വിക്ക് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പറായ സ്പീച്ച് തെറാപ്പിയിലൂടെ വിക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നാലാമതായി കണ്ടുവരുന്ന ഡിസോർഡർ ആണ് ലാംഗ്വേജ് ഡിസോർഡർ, അല്ലെങ്കിൽ ഭാഷാപരമായി കണ്ടുവരുന്ന ഡിസോർഡർ. ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം, ബെറ്റ് സിൻഡ്രോം, ADHD, ഓട്ടിസം തുടങ്ങിയ കുട്ടികൾക്ക് ഭാഷാപരമായ കഴിവുകൾ പുറകോട്ടായിരിക്കും. ഇത്തരത്തിൽ പ്രശ്നമുള്ള കുട്ടികൾക്ക് ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി വഴി അവർക്ക് അവരുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും തെറാപ്പി കൊടുക്കാറുണ്ട്. അതായത് സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഭാഷാപരമായ കഴിവുകൾ പുറകോട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ സംസാരിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി വഴി അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. ഇനി അടുത്തതായി വരുന്ന ഒരു പ്രശ്നമാണ് സ്വാളോയിങ് ഡിസോർഡേഴ്സ്, അതായത് ആഹാരം വിഴുങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഒരു പക്ഷേ മസിൽസിൻ്റെയോ നെർവിൻ്റെയോ വീക്ക്നെസ് മൂലം കൊണ്ടാകാം ഈ ഒരു പ്രശ്നം വരുവാൻ കാരണം. അതുപോലെ തന്നെ ത്രോട്ട് ക്യാൻസർ വന്നവർക്കും ആഹാരം വിഴുങ്ങാനായിട്ട് ബുദ്ധിമുട്ട് കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള ആൾക്കാർക്കും സ്പീച്ച് തെറാപ്പി വഴി അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്.